കഥ എന്ന് പറയുന്നത് സിനിമയുടെ എല്ലാമല്ല. എല്ലാവരും വിചാരിക്കുന്നത് പോലെ കഥയില്ലെങ്കിൽ സിനിമയില്ല എന്ന് വിചാരിക്കാറുണ്ട്. അത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കഥയല്ല, കഥയ്ക്ക് വേണ്ടി കഥയിൽ പുതുമ തേടി പോകുന്നതും തെറ്റാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം കഥയിൽ പുതുമയില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. പക്ഷേ അതിന് നമ്മളെ കാഴ്ചയിൽ പുതുമയുണ്ട്. ഒരാളുടെ ജീവിതം നമ്മൾ കാണുമ്പോലെ അല്ല വേറൊരാളുടെ ജീവിതം നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു കഥ നമ്മൾ കാണുന്നത് പോലെയല്ല വേറൊരു കഥ കാണുന്നത്. അപ്പോൾ അതിന് കാഴ്ചയിലാണ് പുതുമ കൊണ്ടുവരേണ്ടത്. അപ്പം ഞാൻ കരുതുന്നത് കഥാ ദാരിദ്ര്യമല്ല പ്രശ്നം, കാഴ്ചയുടെ ദാരിദ്ര്യം, കാഴ്ചപ്പാടിൻ്റെ ദാരിദ്ര്യമാണ് ഏറ്റവും പ്രധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സിനിമ എങ്ങനെയാണ് കാണപ്പെടേണ്ടത്, മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതിൽ പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടാവണം. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പരിഗണന. എനിക്ക് 100% അറിഞ്ഞിടാത്തൊരു കാര്യമാണത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഒരു സിനിമയെ എടുത്ത് മുന്നിൽ വെച്ചിട്ട് പല ചാനൽ പരിപാടികൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. വേറൊരു വിദേശ സിനിമയുടെ അതേ കോപ്പി എടുത്ത് താരതമ്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അത് അറിയാതെ സംഭവിക്കാം ചിലപ്പോൾ. പലപ്പോഴും അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപം പോലെയൊക്കെ തന്നെ കാണാറുണ്ട്. അത് സിനിമയിൽ പുതുമ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ അത് പുതുമയല്ലല്ലോ. ഇപ്പോൾ വേറെ എവിടെയോ നടന്ന ഒരു കാര്യത്തിനെ ഇവിടെ നമുക്ക് അറിയാത്ത ഒരിടത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് പ്യുവർലി മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ അമേരിക്കയിൽ 50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സംഗതി ഇവിടെ പുതുതാണെന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കും പോലത്തെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അതിൽ കഥയിലോ അല്ലെങ്കിൽ കലയിലോ ഉള്ള പുതുമയല്ല. കലയിലുള്ള പുതുമ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും കാണാത്ത, ലോകത്തൊരു മനുഷ്യനും കാണാത്ത ഒരു കാഴ്ച നമ്മൾ അവതരിപ്പിക്കുമ്പോഴാണ് കലയിലൊരു പുതുമ വരുന്നത്. അത് ടോട്ടലി ലോക്കലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ യൂണിവേഴ്സൽ എന്ന് പറയുന്ന എല്ലാത്തിലും ഒരു ലോക്കൽ ഫ്ലേവറുണ്ട്. വേറെ ആരും കാണാത്ത നമ്മുടെ നാട്ടിലുള്ള ഒരു, ഇപ്പോൾ ഒരിടത്തൊരു ഫയൽവാൻ എന്ന് പറയുന്ന ഒരു ചിത്രം, അത് ഭയങ്കര യൂണിവേഴ്സലാണ്. പക്ഷേ അതിൻ്റെ നാടും അതിൻ്റെ സെറ്റിങ്ങും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ലോക്കലാണ്. അപ്പോൾ അങ്ങനെ കള്ളൻ പവിത്രൻ, ഇപ്പോൾ എത്ര വേണമെങ്കിലും ഇപ്പോൾ കൊടിയേറ്റം, അത് ഭയങ്കര ജീനിയസാണ്. ആ ലോക്കലായിട്ടുള്ള ഒരു സംഗതിയെ നമ്മൾ എടുത്തിട്ട്, എലിപ്പത്തായം ലോക്കലായിട്ടുള്ള ഒരു സംഗതി എടുത്തിട്ട് നമ്മൾ ലോകത്തിന് മുന്നിൽ വയ്ക്കുമ്പോൾ ലോകം അതിശയിച്ചിരിക്കുന്നുവെങ്കിൽ അതിനകത്തൊരു പുതിയ ഒരു സംഭവം അത് നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കുന്നതാണ്. ആ ഒരു അത് ഇല്ലാതായെന്നോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കണ്ണു തുറന്നിരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ മിക്കവാറും ചുറ്റും നോക്കാതെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമായിരിക്കാം ഒരു പക്ഷേ അത്. എൻ്റെ സിനിമ കാണുക അല്ല ശരിക്കും എനിക്ക് സിനിമ ഉണ്ടാക്കാനുള്ള വഴി. ഞാൻ വായിക്കുകയും യാത്ര ചെയ്യുകയാണ് പ്രധാനമായിട്ടും. എൻ്റെ സിനിമകൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ഒരു മാജിക്കാണ്. അപ്പോൾ ആ മാജിക് ഇങ്ങനെ കാണുക, അറിയുക എന്നൊക്കെ ഉള്ളത് ഒരിക്കലും എൻ്റെ അകത്തൊരു പാഷനാണ്, ലൈഫിനോടുള്ളൊരു പാഷൻ. അത് പുതിയ ലൈഫിലേക്ക് പോവുക, പുതിയ ആളുകളുടെ എക്സ്പീരിയൻസ് അറിയുക, പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയ പുസ്തകങ്ങൾ വായിക്കുക, അങ്ങനെ അതാണ് എന്നെ സംബന്ധിച്ച് പിന്നെ എൻ്റെ മനസ്സിൽ സിനിമ കൊണ്ടുവരുന്ന ഒരു സംഗതി. ഞാൻ ഒരിക്കലും ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ഇതുപോലൊരു സിനിമ ഉണ്ടാക്കാമല്ലോ എന്ന് എനിക്ക് തോന്നാറേ ഇല്ല. അങ്ങനെ എനിക്ക് തോന്നിക്കുന്ന അവസരമേ ഇല്ല. പക്ഷേ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഒരു പുതിയ വിഷ്വൽ മനസ്സിൽ വന്നിട്ട് ഇത് കൊള്ളാമല്ലോ എന്ന് എന്നെ ഉത്തേജിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ വായന പുസ്തകങ്ങൾ ശരിക്കും നമ്മളറിയാത്ത ഒരു മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുപോകും, നമ്മളറിയാത്ത ലൈഫിലേക്ക്, പുതിയ കാഴ്ചപ്പാടിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സിനിമ വരുന്നത്. എനിക്ക് തോന്നുന്നത് നമുക്കിഷ്ടപ്പെടുന്ന ഒരു സംഗതി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്നാണ്. അത് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നമ്മൾ ആരായുമ്പോൾ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അവിടെ ഒരു പഠനം നടത്തും. ഇവർ നേരത്തെ ഏതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരിഷ്ടപ്പെടുത്തി വിജയിപ്പിച്ച സംഗതികൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പഠനം നടത്തും. ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു അസംഷനിലെത്തും. ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്താലാണ് അവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു അസംഷനിലെത്തും. അത് വെച്ചിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാവും. ഈ പ്രോഡക്റ്റ് ഇവർ നേരത്തെ ഇഷ്ടപ്പെട്ടതുപോലത്തെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു കുഴപ്പം, അത് ഒറിജിനൽ ആയിരിക്കില്ല. അവരുടെ തന്നെ മനസ്സൊക്കെ പഠിച്ചിട്ട് നമ്മൾ ചെയ്തു വയ്ക്കുന്നൊരു സംഗതി. അതേസമയം നമുക്കിഷ്ടപ്പെടുന്നൊരു സംഗതിയാണെങ്കിൽ വേറെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കിഷ്ടപ്പെടുന്നൊരു സാധനം വേറെ ആരെയും നോക്കാതെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു ഒറിജിനാലിറ്റി ഉണ്ട്. നമ്മൾ എന്നും കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു സംഗതിയിൽ നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല. അതിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് എന്നും ഒരാൾ നിന്ന് തെറി പറയുന്നുണ്ടെന്ന് വെച്ചോ, നമ്മൾ അയാളൊക്കെ കെയർ ചെയ്യില്ല.
കാരണം നമ്മളെന്നും കാണുന്ന ആളാണ്. അതേസമയം എന്നും അങ്ങനെയല്ല. അയാൾ ഒരു ദിവസം നിന്ന് പാട്ട് പാടുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളെ നമ്മൾ നോക്കി നിൽക്കും. കാരണം അത് ഒരു ഒറിജിനലാണ് ആ സംഭവം. ഇതുപോലെയാണ് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു കഥാകാരൻ അയാളുടെ മനസ്സിലുള്ള ഇഷ്ടങ്ങളെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെയാണ് വന്നതെന്ന്. ഞാൻ പ്രതീക്ഷിക്കുന്ന അതാണ്. എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ ഇഷ്ടത്തിനുള്ള സിനിമ, എൻ്റെ ഇഷ്ടത്തിനുള്ള കഥ ഞാൻ വേറെ ആരും കാണാത്ത രീതിയിൽ ഞാൻ കാണിക്കുന്നു. അപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടം അതൊരു സ്വാർത്ഥതയാണ്, വലിയൊരു സ്വാർത്ഥതയാണ്. ബാക്കിയെല്ലാവരെയും മറന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുക എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും അവസാനമായിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും, ഒരു കലാവസ്തു ഉണ്ടാവും. ആ കലാവസ്തുവിന് ഒരു മൂല്യം വരുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം മുതൽ നോക്കിക്കഴിഞ്ഞാൽ അത് പലർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ആരും നോക്കിയിട്ടില്ല, അതിന് ഒരു വിലയും കിട്ടിയിട്ടില്ല. പക്ഷേ ഒഴിവ് ദിവസത്തെ കളി വന്നപ്പോൾ അത് മുന്നോട്ട് വെച്ചപ്പോൾ അത് വാങ്ങാൻ ആൾ വരുന്നു. അത് ബിസിനസ്സുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ മാർക്കറ്റിൻ്റെ മുന്നിൽ കണ്ടല്ല ആ സിനിമ ചെയ്തത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് മാർക്കറ്റ് ഉണ്ടായി വന്നു. അപ്പോൾ അതിനകത്ത് ബിസിനസ്സുണ്ട്, അത് തെറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ചിപ്പിക്കകത്തൊരു മുത്തുണ്ടായി. അത് വിൽക്കപ്പെടും എന്ന് വിചാരിച്ചിട്ടല്ല അത് മുത്തുണ്ടാക്കുന്നത്. അത് വിറ്റുപോകുന്നു, വലിയ അമൂല്യമായ ഒരു സംഗതിയായിട്ട് വിറ്റുപോകുന്നു. അപ്പോൾ അതിനെ ബാധിക്കാത്തൊരു കാര്യമാണ്. അതുപോലെയാണ് ഞാൻ വിചാരിക്കുന്നത്, കല എന്നുള്ള നിലയിൽ മറ്റ് മാർക്കറ്റിനെ പറ്റി ചിന്തിക്കാതെ ഒരു കലാവസ്തു ഉണ്ടാവുകയാണെങ്കിൽ എന്നെങ്കിലും ഒരു കാലത്ത് തന്നെ നല്ല മൂല്യം ഉണ്ടാവും. അപ്പോൾ ആ മൂല്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നാളെ ഇതുപോലത്തെ ഒരു മുത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ചിപ്പി പോകുന്നിടത്ത് അത് പരാജയമാവും. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഇത് ഒരുതരം വെല്ലുവിളിയും കൂടിയായിരുന്നു. ഞാൻ പല തവണ ഈ എൻ്റെ സിനിമകൾ ഇത്ര ബജറ്റ് മതി, എനിക്ക് വലിയ ആർഭാടമൊന്നും വേണ്ട, ചെറിയ ബജറ്റിൽ ഞാൻ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പല പ്രൊഡ്യൂസേഴ്സിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ നിഷ്കരണം അത് തള്ളിക്കളഞ്ഞു. അവർ പറയുന്നത് ഇതിനൊരു 1 കോടി 2 കോടി ബജറ്റ് ഉണ്ടാക്കി നോക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ എനിക്ക് അങ്ങനെ വരുമ്പോൾ ആ ബജറ്റിന് വേണ്ടി നമ്മൾ ഒരുപാട് അഡിഷൻസ് ചെയ്യേണ്ടി വരും, ഒരുപാട് നമ്മുടെ മനസ്സിലുള്ള സിനിമയിൽ നിന്നും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും നടക്കാതെ പോയി. സത്യത്തിൽ ബജറ്റ് കുറവായതുകൊണ്ട് നടക്കാത്ത ഒരുപാട് സിനിമകളുണ്ട്. ഒരു പ്രൊഡ്യൂസറെ സമീപിക്കുമ്പോൾ ഇത് ഇത്ര ബജറ്റ് മതി എന്ന് പറയുമ്പം പുള്ളി പറയുന്നത് ഇത് വേണ്ട, ബജറ്റ് വലുതാണെങ്കിൽ മാത്രമേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിൽ, ഒരു മിഥ്യാധാരണയിൽ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെയാണ് പല സിനിമകളും നടക്കാതെ പോയത്. അങ്ങനെ ഒഴിവ് ദിവസത്തെ കളി അല്ലെങ്കിൽ ഒരാൾ പൊക്കം വന്നപ്പോൾ ഞാൻ പ്രൊഡ്യൂസറെ തപ്പി അപ്പോഴും നടന്നില്ല. അങ്ങനെ അത് ക്രൗഡ് ഫണ്ടഡ് ആയിട്ട് ചെയ്തു. കുറേ സുഹൃത്തുക്കൾ ചേർന്നിട്ട് ചെറിയ പൈസ ഇട്ട് ആ സിനിമ ചെയ്തു. 25 ലക്ഷം രൂപയ്ക്കാണ് ആ സിനിമ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ വളരെ പേരുകേട്ട ഒരു പ്രൊഡ്യൂസർ ഇതെങ്ങനെ 25 ലക്ഷം രൂപയ്ക്ക് ചെയ്തു എന്ന് ചോദിച്ചു. ഇതാണ് ഇന്നത്തെ നമ്മുടെ വ്യവസ്ഥ. ഒഴിവ് ദിവസത്തെ കളി അതിലും ചെറിയ ബജറ്റിനാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ബജറ്റല്ല ശരിക്കും സിനിമയുടെ അടിസ്ഥാനം. അതിലപ്പുറം അതിനകത്തുള്ള ആത്മാർപ്പണം, അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് ഒരു സിനിമയുടെ അടിസ്ഥാനം. അപ്പോൾ എന്നോട് പലരും ചോദിക്കും, അപ്പോൾ ഇതേ ബജറ്റിലാണോ ഇനി മുഴുവനും സിനിമ ചെയ്യാൻ പോകുന്നത്? അത് പറയാൻ പറ്റില്ല. ഓരോ ചിലപ്പോൾ ഇതിനേക്കാളും താഴ്ന്ന ബജറ്റിൽ ഒരു സിനിമ തീരാൻ പറ്റുമായിരിക്കും. അത് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഏതാണ്, ഏത് രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും.